പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച അധ്യാപികയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ കടുത്ത പ്രതിഷേധത്തിലാണ്. എന്നാൽ മരണകാരണം വയറ്റിലെ പഴുപ്പും അണുബാധയുമെന്ന് പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പറയുന്നു. വിവരങ്ങളുമായി മനോജ് പുനലൂർ ചേരുന്നുണ്ട്. മനോജ്, ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഈ അധ്യാപികയുടെ മരണം ചികിത്സാ പിഴവെന്ന് കുടുംബം പറയുന്നു. ഈ വിഷയത്തിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ടോ? എന്താണ് ആശുപത്രി അധികൃതർ, സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം? കുടുംബം ഔദ്യോഗികമായി ഇതുവരെയും പരാതി നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ശവസംസ്കാര ചടങ്ങുകൾ നടന്നത്. എന്നാൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും അവർ വാർത്താക്കുറിപ്പ് ഉൾപ്പെടെ മറ്റേ മരണകാരണം യാതൊരു കാരണവശാലും ആശുപത്രിയുടെ ചികിത്സ പിഴവല്ല, വയറിൽ പോസ്റ്റ്മോർട്ടം സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുമായിട്ട് പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് നടത്തിയ ആശയവിനിമയം നടത്തിയപ്പോൾ വയറിനുള്ളിൽ പഴുപ്പ് കെട്ടിക്കിടക്കുകയായിരുന്നെന്നും അണുബാധയാണ് എന്നുമാണ് പറയുന്നത്. ഈ അവസ്ഥയ്ക്ക് സെപ്റ്റിക് ഷോക്കി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സെപ്റ്റിക് ഷോക്കി എന്ന് പറഞ്ഞ ഒരു രോഗാവസ്ഥയെ തുടർന്നാണ് രക്തസമ്മർദ്ദം കുറയുകയും മരണത്തിലേക്ക് നീങ്ങുകയും ചെയ്തത് എന്നാണ് വാർത്താക്കുറിപ്പിലൂടെ നൽകിയിരിക്കുന്ന വിവരം. ഈ രോഗാവസ്ഥ ഈ രോഗിക്ക് നേരത്തെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും യാതൊരു രോഗലക്ഷണങ്ങളും ആശുപത്രിയിൽ എത്തുമ്പോഴും പറഞ്ഞിരുന്നില്ല, മുൻപും ചികിത്സ നേടിയിരുന്നില്ല. ചിലപ്പോൾ അധ്യാപികയായിരുന്നു, ജോലി സംബന്ധമായ തിരക്കുകൾ കൊണ്ടാണോ എന്താണെന്നറിയില്ല, കൃത്യമായ ചികിത്സ എടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലേക്ക് രോഗാവസ്ഥയിലേക്ക് വന്നതും മരണത്തിലേക്ക് നീങ്ങിയതും എന്നാണ് ആശുപത്രി ഭാഗത്തു നൽകുന്ന വിശദീകരണം. എന്നാൽ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ബന്ധുക്കൾ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ അവർ പുനലൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പാളിച്ച തന്നെയാണ്. ജാള്യത മറയ്ക്കുവാൻ എന്തൊക്കെയോ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. പോസ്റ്റ്മോർട്ടം നടന്ന ഉടൻ തന്നെ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ടിന് ഔദ്യോഗികമായി ലഭിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അവര് ബന്ധുക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ ഒരു വാർത്താ സമ്മേളനം പോലും വിളിച്ചിട്ടുണ്ട്. യെസ്, നമുക്കറിയാം സാധാരണ ഇത്തരം ചികിത്സാ പിഴവും മരണവുമൊക്കെ സംഭവിക്കുമ്പോഴും ആശുപത്രി അധികൃതർ ന്യായീകരണവുമായി രംഗത്തെത്താറുണ്ട്. അവരുടെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടാകാറുണ്ട്. നമ്മൾ പല സംഭവങ്ങൾ പരിശോധിച്ചാൽ, ഈ സമീപകാലത്തുണ്ടായ പല സംഭവങ്ങൾ പരിശോധിച്ചാലും ഇതാണ് ഒടുവിൽ സംഭവിക്കുന്നത്. കാരണം ഈ വീഴ്ച വരുത്തിയ കുറ്റക്കാരായ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാട്, ഇവിടെ ഇപ്പോൾ കുടുംബം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ കുറ്റക്കാർക്കെതിരെ നടപടി വേണം, വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതെ, അത്തരത്തിലുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ പുനലൂർ താലൂക്ക് ആശുപത്രി മുൻപും ഇത്തരത്തിൽ ആരോപണങ്ങൾക്ക് ഇട നൽകിയിട്ടുള്ള ഒരു ആശുപത്രിയോടുകൂടി ഒരു 13 വയസ്സ് കുന്നിക്കോട് സ്വദേശിയായ നിയ ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു 13 വയസ്സുകാരിയായ കുട്ടിയെ പേവിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രി എടുക്കുകയും അവർ വാക്സിൻ എടുത്ത് ഇത് കൃത്യമല്ലാതിരിക്കുകയും വാക്സിന് ശേഷം നൽകേണ്ട മുൻകരുതലുകൾ ബന്ധുക്കളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാത്ത സാഹചര്യത്തിൽ കുട്ടിക്ക് പേവിഷബാധയേറ്റ് മരണപ്പെടുകയും അത് വളരെ വിവാദമാവുകയും ചെയ്തിരുന്നു. ആ കുട്ടിയുടെ അമ്മ ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആശുപത്രിക്കെതിരെ മുൻപും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഏതൊരു സംഭവം വന്നാലും ഇത്തരത്തിലുള്ള ആരോപണത്തിന് വീണ്ടും ആശുപത്രി വിധേയമാകുന്നത്. അത് മാത്രമല്ല, 10 നിലയുള്ള അതിഗംഭീരമായ ആശുപത്രിയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി എങ്കിലും യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യമായി ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ കുറവ്, മെഡിസിന്റെ കുറവ്, ചെറിയ ഒരു മുറിവ് പറ്റിയാൽ പോലും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന സാഹചര്യം, അങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ആശുപത്രിക്കെതിരെ ദിനം ദിനം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലായാലും മറ്റ് മാധ്യമങ്ങളിലൂടെ ആയാലും ആശുപത്രിക്കെതിരെ നിരന്തരം ഇത്തരം ആരോപണങ്ങൾ ഉയർന്നുകൂടിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ആരോപണവുമായി മരിച്ച രോഗിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയിലിരിക്കെ മരിച്ച അധ്യാപികയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്.